വയനാട്ടിൽ നമ്മൾ ഇങ്ങനെ കണ്ടു, ഈ പച്ചക്കുപ്പായമിട്ട് ഇളം പച്ചയിട്ട് നിൽക്കുന്ന ഈ മനുഷ്യരെ മാലാഖമാരുടെ വേഷത്തിൽ അവരെ കണ്ടു. ഞാൻ ശ്രദ്ധിച്ച രണ്ടു കാര്യം: വൈറ്റ് ഗാർഡ് അംഗങ്ങൾ ഈ പ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചപ്പോ അവർ അപ്രീസിയേഷൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ്. അതിന്റെ ഒരു തെളിവ് ഇന്നിവിടെ പ്രദർശിപ്പിച്ച ഡോക്യുമെന്ററിയിലുണ്ട്. ആ ഡോക്യുമെന്ററിയുടെ പല ഭാഗത്തും അതിന്റെ വിഷ്വൽസ് വന്നത് മൊബൈലിലെ വിഷ്വൽസ് ആണ്. മൊബൈലിലെ വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നാളത്തെ ഒരു ഡോക്യുമെന്റേഷന് വേണ്ടി, നാളത്തെ ഒരു അപ്രീസിയേഷന് വേണ്ടി, നാളത്തെ ഒരു മേനി പറച്ചിലിന് വേണ്ടി മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഒരു PR ടീമിനെ വിട്ടില്ല. അതുകൊണ്ട് ഈ ഡോക്യുമെന്ററി തയ്യാറാക്കിയ ഷാഫിയും സംഘത്തിനും സോഷ്യൽ മീഡിയയിലെ വാട്സാപ്പുകളിൽ പറന്നു നടന്ന അത്ര കണ്ട് ക്ലാരിറ്റി ഇല്ലാത്ത വിഷ്വലുകൾ എടുക്കേണ്ടി വന്നു. അപ്രീസിയേഷൻ പ്രതീക്ഷിക്കാതെ നിങ്ങൾ ഇങ്ങനെ നടന്നു. മറ്റൊരു കാര്യം, വൈറ്റ് ഗാർഡിന്റെ ഓരോ അംഗങ്ങളും അവർ സ്വയം തന്നെ നേതാക്കളായിരുന്നു എന്നുള്ളതാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് നമ്മൾ കണ്ടത്. സ്നേഹമുള്ളവരെ, വൈറ്റ് ഗാർഡ് അംഗങ്ങളെ അടക്കിപ്പിടിച്ച ഈ നിശബ്ദതയിൽ, വികാരസാന്ദ്രമായ ഈ സന്ദർഭത്തിൽ ഞാൻ ചോദിക്കട്ടെ ഒറ്റ ചോദ്യം നിങ്ങളോട്: എന്തേ നിങ്ങൾ ലീഗായത്? വാപ്പ ലീഗായതുകൊണ്ട്, ഏട്ടൻ ലീഗായതുകൊണ്ട്, വീട്ടുകാർ ലീഗായതുകൊണ്ട്, പരിസരത്തെ രാഷ്ട്രീയ നിറം പച്ചയായതുകൊണ്ട്, അങ്ങനെ എത്ര സബബുകളാണ് നമ്മളെ ഈ പാർട്ടിയോട് ചേർത്ത് അടുപ്പിച്ചു നിർത്തിയത്. എനിക്കുറപ്പുണ്ട് ഈ കാരണങ്ങളാണ് മുസ്ലിം ലീഗിന്റെ പച്ചപ്പതാകയെ നിങ്ങളുടെ കർമ്മ വഴിയായി ഞാൻ എൻ്റെ യൗവനത്തിന് ആവിഷ്കരിക്കാൻ, എൻ്റെ വിദ്യാർത്ഥിത്വത്തെ ആവിഷ്കരിക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ തീരുമാനിച്ചത് ഈ യാദൃശ്ചികതകളാണ്. സമൂഹ മാധ്യമങ്ങൾ. ഏഷ്യാനെറ്റിലെ മാധ്യമ പ്രവർത്തകൻ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, വയനാട്ടിലെ ഉരുൾപൊട്ടലിലെ ഇന്ന സ്ഥലത്ത് അവിടെ മനുഷ്യരുടെ മൃതദേഹങ്ങളുണ്ട്. ആ ഉദ്യോഗസ്ഥൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളോട് ആരാ പറഞ്ഞത്? മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു, വൈറ്റ് ഗാർഡ് അംഗങ്ങൾ അത് പറയുന്നു. അവർ ഔദ്യോഗിക സംവിധാനമാണോ എന്ന ബ്യൂറോക്രസിയുടെ അഹങ്കാരത്തിന്റെ ശാഠ്യത്തിന്റെ ചോദ്യം അവിടെ പൊങ്ങി വന്നു. ആ മാധ്യമ പ്രവർത്തകൻ തിരിച്ചു ചോദിച്ചു, മനുഷ്യരുടെ മൃതദേഹങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ഏത് ഔദ്യോഗികതയുടെ സർട്ടിഫിക്കറ്റാ വേണ്ടത്? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സിറാജിനെ കാണുകയാണ്. എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ മണ്ഡലക്കാരനാണ്, തിരുനാവായക്കാരനാണ്. കേരളത്തിലെ വൈറ്റ് ഗാർഡിനെ സല്യൂട്ട് അടിക്കാൻ സിറാജ് കമാൻഡ് ചെയ്യുമ്പോ സിറാജ് വരുന്നത് കുബേര കുടുംബത്തിന്റെ പ്രൊഫഷണൽ സംവിധാനങ്ങളൊക്കെ പരിശീലനം കിട്ടിയ ഒരാളായിട്ടല്ല, ഫ്രം ദ എർത്ത്, ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ഏത് ഗ്രൗണ്ട്? തിരുനാവായ നിള. പുഴ പ്രക്ഷുബ്ധമായി ഒഴുകുമ്പോ ബലിതർപ്പണത്തിന് വേണ്ടി വരുന്ന മനുഷ്യരുടെ ജീവൻ അപഹരിച്ചു പോകുന്നത് പുഴയുടെ ഒരു ദിനചര്യയാണ്. അച്ഛന്റെ ബലിതർപ്പണത്തിന്, അമ്മയുടെ ബലിതർപ്പണത്തിന് മക്കൾ എത്തുമ്പോ യാദൃശ്ചികതയിൽ അവരുടെ പ്രാണൻ പിടിച്ചു കൊണ്ടുപോകുമ്പോ ആ ഓളങ്ങളിലേക്ക് സ്വന്തം ജീവിതത്തെ പണയപ്പെടുത്തി ഇറങ്ങിപ്പോകുന്നവനാണ് പ്രിയപ്പെട്ട സിറാജ്. യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് സല്യൂട്ട് അടിക്കാൻ സിറാജ് പറയുമ്പോ സിറാജ് ചുരുട്ടിയ മുഷ്ടിയോടെ നെറ്റിയിൽ സല്യൂട്ടിന്റെ കൈവച്ചു വെക്കുമ്പോ തിരുനാവായിലെ നിളയുടെ ഓളപ്പരപ്പുകളിൽ നിന്ന് പ്രാണൻ പിടഞ്ഞിറങ്ങി പോകുന്ന നിമിഷങ്ങളിൽ സിറാജിന്റെ അനുഭവങ്ങളുണ്ട്. കേഡറിസത്തിന്റെ ജാടയുള്ള പാർട്ടിക്കാരെ ഞങ്ങൾ തോൽക്കുകയാണ് ഒരു കാര്യത്തിൽ. ഞങ്ങൾക്ക് പകയില്ല, ഞങ്ങൾക്ക് വിദോഷം അറിയില്ല, ഞങ്ങൾക്ക് പ്രതികാരത്തിന്റെ ഒരു ലാഞ്ചനയുമില്ല. പൊന്നാനിയിൽ 2.5, മലപ്പുറത്ത് 5.5. അപ്പൊ നമ്മൾ എന്തു വേണം? നമ്മൾ ഈ തെരുവുകളിൽ ആടിത്തിമർക്കണം. പ്രിയപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുണ്ട് ഇവിടെ. നമ്മൾ ഈ തങ്ങൾ കുടുംബത്തെ പറയുമ്പോ പ്രവാചക പരമ്പര എന്ന് പറയാറുണ്ട്. സഹാബ നമ്മുടെ മനസ്സിൽ വരട്ടെ, നമ്മുടെ മനസ്സിൽ വരട്ടെ. ഞാൻ മുണ്ടക്കയിലെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ കണ്ടപ്പോ മേപ്പാടി ക്യാമ്പിലെ മരുന്ന് വിതരണം ചെയ്യുന്ന സ്ഥലത്തൂടെ ഞാൻ നടന്നു പോകുമ്പോ എന്നെ ഒരു ഓഫീഷ്യൽ പിടിച്ചു. എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പാടില്ല, തിരിച്ചു പോകണം.
ഞാൻ ചോദിച്ചു, ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ കോൺഫിഡൻഷ്യലാണ്. ഇവിടെ വളരെ സുപ്രധാനമായൊരു റൂമാണ്. എന്താണ് ആ റൂമിനകത്ത്? അവിടെ മരുന്നുകൾ ക്ലാസിഫൈ ചെയ്യുകയാണ്. മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഏറ്റവും സൂക്ഷ്മമായ പണിയെടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നോക്കിയപ്പോ പുഞ്ചിരി തൂക്കി. ഗവൺമെന്റിന്റെ ഒഫീഷ്യൽസ് മാത്രം കാവൽ നിൽക്കുന്ന വയനാട്ടിലെ മേപ്പാടിയിലെ മരുന്നുകളുടെ മുറിയിൽ നിന്ന് ഒരു പച്ചക്കുപ്പായക്കാരനായ വൈറ്റ് ഗാർഡ് കടന്നു വന്നു. ഞാൻ അവനോട് ചോദിച്ചു, നീ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ ബിഫാമാണ്, ഞാൻ ഫാർമസി ഗ്രാജുവേറ്റ് ആണ്. വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകരെ, ഇത് കേൾക്കുന്നവരെ, ഈ പച്ചക്കുപ്പായം അണിയേണ്ടത് ആരാണ്? ഫിസിയോതെറാപ്പിസ്റ്റുകൾ, ഫാർമസി ബിരുദക്കാർ, എമർജൻസി ഡിസാസ്റ്റർ മാനേജ്മെന്റ്